കഥയും ജീവിതവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. പല കഥകളും ജനിക്കുന്നു കേരളമെമ്പാടും റിലീസ് ചെയ്ത ഈ പറക്കും തളിയ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിലെ കഥയെ ഞാൻ എടുത്ത് നോക്കുകയാണ്. ഇന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ് ഈ സിനിമയിലൂടെ ഹാസ്യരൂപേണ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഇതാണ് സുന്ദരൻ. നീ എന്താ വണ്ടി വിളിച്ചെടുക്കുന്നു? ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുമ്പോൾ ഇന്ന് ഈ പട്ടണ നടുവിൽ എത്ര പേർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈ സിനിമയിലെ പാട്ടിൻ്റെ വരികളൊക്കെ നോക്കുമ്പോഴേക്കും സത്യമായിട്ട് തോന്നാറുണ്ട്, പട്ടണ നടുവിൽ നെട്ടോട്ടം. യെസ്, പലപ്പോഴും നെട്ടോട്ടമാണ്. മനസ്സിലാവും ഒരു ചെറുപ്പക്കാരൻ്റെ ലൈഫിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, അതിലെ തമാശയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പലതും ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കി. ഇറ്റ്സ് റിയൽ, നമ്മുടെ ലൈഫിൽ റിയലായിട്ട് സംഭവിക്കുന്നതാണ്. പല കാര്യങ്ങളും ചെയ്യണം. അദ്ദേഹം ഹരിശേഷവൻ്റെ ആ ഒരു ക്യാരക്ടർ നോക്കുമ്പോഴേക്കും അദ്ദേഹം രക്ഷപ്പെടാൻ നോക്കിയ സ്ഥലത്ത് രക്ഷപ്പെടാൻ പറ്റാണ്ട് ഒരു എലി കാരണം അദ്ദേഹം നാട്ടിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥ. നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിനെ എന്റെ കൈ കിട്ടിയ ആള് മാറി അടിച്ചുപോയി. അങ്ങനെ എന്ത് ചെയ്തിട്ടും സക്സസിലോട്ട് എത്തുന്നില്ല. ആ ഒരു സംഭവം അവിടെ കാണിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ 2001 കഴിഞ്ഞ് 2025 എത്തി. ഈ കാലഘട്ടത്തിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തോടും കണക്ട് ചെയ്യപ്പെടാവുന്ന ഒരു കഥയാണത്. അതുകൊണ്ട് കഥകൾ പലപ്പോഴും നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്താണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഓർമ്മകളൊക്കെ എടുത്തിടുമ്പോഴേക്കും ഒരു കാര്യം കൂടി ഞാൻ പോസ് ചെയ്ത് നിർത്തി പറയുകയാണ്. അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സ്, എപ്പോഴും ക്ലൈമാക്സ് ശുഭമായിരിക്കണം, സക്സസ് ആയിരിക്കണം. നമ്മുടെ ലൈഫിൽ നെട്ടോട്ടമായിരിക്കാം, കഷ്ടപ്പാടായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതിൻ്റെ എൻഡ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് എപ്പോഴും ശുഭത്തിൽ കൊണ്ടു നിർത്തണം. നിരാശയിലൊടുങ്ങി ജീവിക്കരുത്. മറിച്ച് നമുക്കും പറ്റുന്നേ, നമുക്കും ഒരു ബസ് മുതലാളിയാകാൻ പറ്റും.